ബി.ജെ.പിയിൽ ചേർന്നേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ തുടരുകയാണ്. തന്റെ രാഷ്ട്രീയ നിലപാട് ചമ്പൈ സോറൻ ഇന്ന് വ്യക്തമാക്കാൻ സാധ്യതയുണ്ട്. ചമ്പൈ സോറൻ ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്തകൾ നിഷേധിച്ച ജെ.എം.എം നേതൃത്വം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർക്കെ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ആ ഒരു വാർത്താസമ്മേളനമൊക്കെ നമ്മൾ കണ്ടിരുന്നു. താൻ പാർട്ടിയിൽ അവഗണിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെ ഇനി പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറഞ്ഞ ചമ്പൈ സോറിനെ ബി.ജെ.പി വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നുവെന്ന വാർത്തകളും വന്നു. പക്ഷേ എപ്പോഴും ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നൊരു ആത്മവിശ്വാസത്തിലാണല്ലോ ജെ.എം.എം നേതൃത്വം. അതിന്റെ കാര്യം എന്താണ്? ക്രിസ്റ്റീന, ജെ.എം.എം നേതൃത്വത്തെ സംബന്ധിച്ച് ചമ്പൈ സോറൻ ഉയർത്തുന്ന വെല്ലുവിളി അത് ചെറുതല്ല. കാരണം ഈ രാഷ്ട്രീയമായിട്ടും ഒപ്പം നിയമപരമായിട്ടും ചമ്പൈ സോറനെ ഒപ്പം നിർത്തേണ്ടത് നിലവിലുള്ള സാഹചര്യത്തിൽ ജെ.എം.എമ്മിന് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ല എന്ന രീതിയിൽ തന്നെ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ ജെ.എം.എം നിർബന്ധിതമാകുന്നതിൻ്റെ പിന്നിലുള്ള ഘടകം. ചമ്പൈ സോറൻ പാർട്ടി വിട്ടാൽ രാഷ്ട്രീയമായി ഉണ്ടാകുന്ന തിരിച്ചടി എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ജെ.എം.എമ്മിന് നന്നായി അറിയാം. മാത്രമല്ല, ചമ്പൈ സോറന് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന വിവരങ്ങൾ, ഒരുപക്ഷെ ഈ ഹേമന്ത് സോറൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സഹയാത്രികനായിരുന്നു എന്നതുകൂടി പരിഗണിക്കുമ്പോൾ അത് വലിയ രീതിയിൽ നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് പോലും ജെ.എം.എമ്മിന് വലിയ തിരിച്ചടിയായി മാറുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. ഇത് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജെ.എം.എം അവരുടെ നിലപാടുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ചമ്പൈ സോറന് ഉചിതമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ വാഗ്ദാനം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ ചമ്പൈ സോറനാകട്ടെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ അവഗണിക്കപ്പെട്ടു, തൻ്റെ പക്കൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം അനുചിതമായിട്ടുള്ള സമയത്താണ് എടുത്തു മാറ്റിയത്, താൻ ഒരു പകരക്കാരൻ മാത്രമായി തൻ്റെ വിശാലമായിട്ടുള്ള സുദീർഘമായിട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യത്തെ പരിഗണിക്കാതെ ഉള്ള ഒരു നിലപാടാണ്, തൻ്റെ അഭിപ്രായം പോലും മാനിക്കാതെ എടുത്ത ഒരു നിലപാടാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഹേമന്ത് സോറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത് വലിയ അപമാനം തനിക്കുണ്ടാക്കിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ച് രണ്ട് വിധത്തിൽ ഈ കാര്യങ്ങളെ അവർ നോക്കിക്കാണുന്നു. ചമ്പൈ സോറൻ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ബി.ജെ.പി ഹാർദവുമായിട്ട് സ്വീകരിക്കും. അതിലുപരി ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം ചമ്പൈ സോറൻ ജെ.എം.എം പിളർത്തുക എന്നുള്ളതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ജെ.എം.എം പിളർത്തി ചമ്പൈ സോറൻ വന്നു കഴിഞ്ഞാൽ ബി.ജെ.പിക്കൊപ്പം ഒരു സഖ്യകക്ഷി എന്ന രീതിയിൽ നിലകൊള്ളാനായി സാധിക്കും. മാത്രമല്ല, ജെ.എം.എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ചില എം.പിമാർ കൂടി ഈ സംഘത്തോടൊപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എൻ.ഡി.എയിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ ഈ സഖ്യമുണ്ടാക്കുക, അഥവാ ജെ.എം.എം പിളർത്തി ചമ്പൈ സോറൻ വരട്ടെ എന്നൊരു നിലപാടിന് ബി.ജെ.പി നൽകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇക്കാര്യത്തിലൊരു വ്യക്തത ഇന്ന് ഉണ്ടായേക്കും. ഏതായാലും ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അടക്കം അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചമ്പൈ സോറൻ മകളെ കാണാനാണ് ഇവിടെ തുടരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും പിന്നീട് അതല്ല എന്ന് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇന്ന് ഉത്തരേന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രക്ഷാബന്ധൻ ദിനമാണ്. ആ ദിവസമായിട്ട് പോലും ചമ്പൈ സോറൻ ഉത്തരേന്ത്യയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഡൽഹിയിൽ അതുകൊണ്ട് തന്നെ സജീവവുമാണ്. ക്രിസ്റ്റീന, സ്മിത. ശരി, ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ക്രിസ്റ്റീന, നമ്മുടെ ഷെമി സുലൈമാൻ പറയുകയാണ് ആർക്കെയോട് റോഡിൽ നിന്ന് മാറി നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറയാൻ. ആർക്കെ ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്. നമ്മുടെ ക്യാമറയിൽ നോക്കുമ്പോൾ ആർക്കെ റോഡിൽ നിൽക്കുന്ന പോലെ തോന്നുന്നതാണ്. നമ്മളിപ്പോഴും ആ സേഫ്റ്റി ഉറപ്പാക്കണം എന്നുള്ളത് അതൊരു നല്ല കൺസേൺ കൂടിയാണ്, അല്ലേ?